Hi friends, welcome to online session of Learn Alive. KTET Category 3 Physical Science-ലെ ഫിസിക്സിന്റെ പ്രീവിയസ് ഇയർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if the distance between the two similar magnetic poles held 1 cm apart be doubled, the force of interaction between them will be. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിമിലർ ആയിട്ടുള്ള രണ്ട് മാഗ്നറ്റിക് പോൾസിന്റെ ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ ആയിരുന്നു. അവരെ നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷനിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ്. ഇവിടെ M1 M2 പോൾ സ്ട്രെങ്ത് ഉള്ള രണ്ട് മാഗ്നറ്റിക് പോൾസിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് F എന്ന് പറയുന്നത് ഈ പോൾ സ്ട്രെങ്തിന്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. M1 M2 എന്ന് എഴുതാം. അതുപോലെ തന്നെ F എന്ന് പറഞ്ഞ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, സോ നമുക്ക് ഇനി കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? F പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ്. ഇത് ഒരു ഇൻവേഴ്സ് സ്ക്വയറിലാണ്. F പ്രൊപ്പോർഷണൽ ടു M1 M2 ബൈ R സ്ക്വയർ. ഇതിനകത്തുനിന്ന് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുകയാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം F ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു M1 M2 ബൈ R സ്ക്വയർ ആയിരിക്കും. അതായത് M1 M2 എന്ന് പറഞ്ഞ പോൾ സ്ട്രെങ്ത് ഉള്ള രണ്ട് മാഗ്നറ്റിക് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് F ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു M1 M2 ബൈ R സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്തിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ മീറ്റർ ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക, കാരണം ചില സമയത്ത് SI യൂണിറ്റ്സ് ചോദിച്ചു വരാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യം ആ മാഗ്നറ്റിക് പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1 സെന്റിമീറ്റർ ആയിരുന്നു അല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ആറിന്റെ വാല്യൂ ഇനിഷ്യൽ കേസിൽ എന്തായിരുന്നു? 1 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, ഇനി അത് എന്തായിട്ട് ചേഞ്ച് ചെയ്തു? R ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ 2 സെന്റിമീറ്റർ ആയിട്ട് മാറി. നമുക്കിത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കുക. അതായത് ആറിന്റെ വാല്യൂ 2 ആകുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ ആണല്ലോ. ബാക്കിയുള്ളതിനൊന്നും അവിടെ മാറ്റം സംഭവിച്ചിട്ടില്ല. ആറിന് മാത്രമേ അവിടെ വേരിയേഷൻ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ? സോ ആദ്യം ഇനിഷ്യൽ കേസിൽ 1 സെന്റിമീറ്റർ ആയിരുന്നു, ഡബിൾ ചെയ്തപ്പോൾ 2 ആയി. സോ എന്താ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി? 4 ആയി. അപ്പോൾ ഒരു 1/4 ചേഞ്ച് ആയിരിക്കുമല്ലോ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? 1/4 ഓഫ് ദ ഒറിജിനൽ വാല്യൂ ആയിരിക്കുമല്ലോ അത്. ഇവിടെ നോക്കി എഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ നമുക്കിതൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. F ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു M1 M2 ബൈ R സ്ക്വയർ ആണ്. ആറിന്റെ വാല്യൂ 1 സെന്റിമീറ്റർ വരുമ്പോൾ എന്താണ്? ഇവിടെ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വന്നു, μ0 ബൈ 4π ഇൻറ്റു M1 M2 എന്ന് വന്നു. ഓക്കെ, ഇനി എന്താണ് R ഡാഷിന്റെ വാല്യൂ? അതായത് ചേഞ്ച് ചെയ്തു റേഡിയസ്, ആ ഡിസ്റ്റൻസ് അവിടെ ചേഞ്ച് ചെയ്തു. R ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ 2 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ F ഡാഷ് എന്ന് പറയുന്നതായിരിക്കും μ0 ബൈ 4π ഇൻറ്റു M1 M2 ബൈ 2 സ്ക്വയർ വരും, വിച്ച് ഇസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു M1 M2 ഡിവൈഡഡ് ബൈ 4 വരും അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? 1/4 ഇൻറ്റു μ0 ബൈ 4π M1 M2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു F എന്ന് എഴുതാമല്ലോ. അതായത് F ഡാഷ് ഇസ് ഈക്വൽ ടു 1/4 F ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം ഫോഴ്സിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/4 ആയിരിക്കും. ഇത്രയൊന്നും കാൽക്കുലേഷനിലേക്ക് പോകാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ആറിന്റെ വാല്യൂ 1 സെന്റിമീറ്റർ ആണ്, μ0 ബൈ 4π ഇൻറ്റു M1 M2 ബൈ 1 ആയിരിക്കും വരുന്നത്. ഇവിടെ ഡബിൾ ചെയ്യുമ്പോൾ 2 ആയി. സോ എന്തായിരിക്കും? F എന്ന് പറയുന്നത് R സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ എന്തായിരിക്കും? 1/4 ആയിരിക്കും അവിടെ വരിക. അപ്പോൾ ഒരു 1/4 ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ here the right answer is option C, 1/4 of the original value. Next question, a given piece of wire of length L and cross sectional area A and the resistance R is stretched uniformly to a wire of length 12. The new resistance of the wire will be. Okay, അപ്പോൾ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആണിത്. സോ നമുക്ക് റെസിസ്റ്റൻസിനെ കുറിച്ചും റെസിസ്റ്റിവിറ്റിയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണ്. അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് I എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്സിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഓംസ് ലോ പറയുന്നത്. V പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കും. അതിൽ നിന്നാണ് V ഈസ് ഈക്വൽ ടു IR എന്നുള്ള ഇക്വേഷൻ വരുന്നു. സോ R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആണ്. ഇനിയും ഓർക്കുക, ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. R പ്രൊപ്പോർഷണൽ ടു L ആയിരിക്കും. അതുപോലെ തന്നെ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ഒരു റിലേഷനിലേക്ക് എത്തുവാണ്. R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A.
ഓക്കെ, അതിനകത്ത് റോ എന്ന് പറയുന്നതാണ് എന്ത്, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മെറ്റൽസിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുവാണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സിലും സെമി കണ്ടക്ടേഴ്സിലും കേസിൽ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് അവിടെ ഡിക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു റിലേഷന് ഓർത്ത് വെക്കുക. ഇനിയും കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, G is equal to 1/R ആയിരിക്കും. കണ്ടക്റ്റൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന G എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. G is equal to 1/R ആയിരിക്കും. ഇനി SI യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന മോ ആയിരിക്കും, MHO മോ അല്ലെങ്കിൽ സീമെൻസ് ആയിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കണ്ടക്റ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞ മോ അല്ലെങ്കിൽ സീമെൻസ് ആയിരിക്കും. ഓക്കെ, ഇതിലാണ് റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇനിയും കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടറിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഓക്കെ, റെസിസ്റ്റിവിറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്ത് റോ വെച്ചിട്ടല്ലേ, സോ കണ്ടക്ടിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ വെച്ചിട്ടാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു 1/ρ ആയിരിക്കും. ഓക്കെ, ആ ഒരു റിലേഷനും അവിടെ ഓർത്ത് വെക്കുക. ഇനിയും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് തെർമിസ്റ്റർ. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് സെൻസിറ്റീവ് ഡിവൈസ് ആണ്. അതായത് ടെമ്പറേച്ചറിന് ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് റാപ്പിഡായിട്ട് റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ഡിവൈസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ തെർമിസ്റ്റർ എന്ന് പറയുന്നത്, അത് അവിടെ ഓർത്ത് വെക്കാം. ഇനി ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട വേറൊരു ടേമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോയ്സും മെറ്റൽസിനും ഒക്കെ നമ്മൾ ഒരു സർട്ടൻ ടെമ്പറേച്ചറിന് ബിലോയിൽ നമ്മൾ കൂൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിട്ട് മാറും. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പീസ് ഓഫ് വയറിന്റെ ലെങ്ത് എല്ലും ഏരിയ എയുമാണ്. അതിന്റെ റെസിസ്റ്റൻസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തപ്പം അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 ആയിട്ട് മാറി. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്താലും ഒരിക്കലും എന്താണ് അതിന്റെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനിഷ്യലി എത്രയായിരുന്നോ വോളിയം അതേ വോളിയം തന്നെ ആയിരിക്കും എന്തും അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും. ഓക്കെ, അതായത് ലെങ്തിന് എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് എന്ത് സംഭവിക്കും, ഏരിയയ്ക്കും വേരിയേഷൻ സംഭവിച്ചിട്ട് അവിടെ വോളിയം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതാണ് ഇതിനകത്ത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇനീഷ്യൽ കേസിൽ എന്താണ്, ലെങ്ത് എല്ലും ക്രോസ് സെക്ഷൻ ഏരിയ എയുമാണ്. സോ അതിന്റെ വോളിയം നമുക്ക് എന്ത് എഴുതാം, V is equal to L into A ആയിരിക്കുമല്ലോ. ഇനി ഇവിടെ L എന്ന് പറയുന്ന എന്തായിട്ട് മാറി, 12 ആയിട്ട് മാറിയല്ലോ. L 12 ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്തു. സോ വോളിയത്തിന് നമുക്ക് എന്ത് എഴുതാം, വോളിയം V is equal to 2L into, അപ്പൊ ഏരിയയ്ക്ക് അതിനനുസരിച്ച് മാറ്റം സംഭവിക്കണമല്ലോ. A/2 കൊടുത്തെങ്കിലല്ലേ AL ആയിട്ട് തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. സോ 12 into A/2 ആയിരിക്കും അവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ലെങ്ത് 12 ആയിട്ട് മാറിയപ്പം ഏരിയയ്ക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, ഏരിയ A/2 ആയിട്ട് മാറി. ആ കാര്യം അവിടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ആദ്യത്തെ കേസിൽ R is equal to ρ into L/A തന്നെ ആയിരുന്നു. എന്നാൽ R' is equal to എന്ത് വരും, ρ into 2L divided by A/2 വരും അല്ലേ, which is equal to ρ into 4L/A ആയിരിക്കും. A ആയിരിക്കും. ഓക്കെ, which is equal to 4 into ρL/A ആയിരിക്കും. അതായത് ഈ ρL/A എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, R' is equal to ഇത് R ആണ്, നമ്മൾ ഓൾറെഡി എഴുതിയല്ലോ, 4R ആയിരിക്കത്തില്ലേ. സോ നമ്മളിവിടെ ആൻസറിലേക്ക് എത്തി. R is equal to 4R ആയിരിക്കും. അതായത് ന്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, 4 times the initial resistance ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 4R. ഓക്കെ, ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, വോളിയത്തിന് അവിടെ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ റിലേഷനും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹീറ്റർ ഓഫ് 220 volt heats a volume of water in 5 minutes time. A heater of 110 volt heat the same volume of water, the time of heating is. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 220 volt ഹീറ്റർ 5 minutesൽ ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെയിം വോളിയം ഓഫ് വാട്ടറിനെ 110 volt ഹീറ്റർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. ഇത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആണ്. സോ നമുക്ക് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്ത് പോകുമ്പം അതിനകത്തെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ കണ്ടക്ടറിന്റെ ഇന്റേണൽ എനർജി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതെന്ത് സംഭവിക്കും, അതിനകത്ത് ഇലക്ട്രോൺസിന്റെ കൊളീഷന് കാരണമാകുന്നുണ്ട്. അങ്ങനെ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പറയുന്നത്.
ഓക്കെ, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം നമുക്ക് പറയാം ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ്, അതായത് ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതിനകത്തൂടെ എത്രത്തോളം കറന്റ് പാസ് ചെയ്ത് പോകുന്നു അതിന്റെ സ്ക്വയർ, അതായത് ഐ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എത്ര ടൈമിൽ അത് പാസ് ചെയ്ത് പോകുന്നു, കറന്റ് എത്രത്തോളം ടൈമിലാണ് പാസ് ചെയ്ത് പോകുന്നത് ആ ടൈമിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇതിൽ നിന്നും H is equal to I square RT എന്നുള്ളൊരു റിലേഷൻ കിട്ടുന്നുണ്ട്. ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിലാണ് നമ്മൾ ഓംസ് ലോയുടെ ഇക്വേഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഇക്വേഷനാണ് H is equal to V square T by R എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ, അതായത് H is equal to VI into T. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. കാരണം ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിനെ റിലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. സോ അതിന് യൂസ്ഫുൾ ആയിരിക്കും. H is equal to I square RT, H is equal to V square T by R, H is equal to VI into T. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 220 വോൾട്ട് ഹീറ്റർ ആണല്ലോ, അത് 5 മിനിറ്റ്സ് കൊണ്ട് ഒരു പർട്ടിക്കുലർ വോളിയം ഓഫ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ ഹീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തു, അതായത് 110 വോൾട്ട് ഹീറ്ററാണ് എടുക്കുന്നതെങ്കിൽ സെയിം വോളിയം ഓഫ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് പൊട്ടൻഷ്യലെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ സോ നമുക്ക് V square T by R എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിനകത്ത് കറണ്ടിന്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം എമൗണ്ട് ഓഫ്, അതായത് സെയിം വോളിയം ഓഫ് വാട്ടർ ആണ് ഈ രണ്ട് കേസിലും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, അത് സെയിം വോളിയം ഓഫ് വാട്ടർ ഹീറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കണമല്ലോ. സോ നമുക്ക് ഈ രണ്ട് കേസിലും ഇക്വേറ്റ് ചെയ്യാം. അതായത് ആദ്യത്തെ കേസിൽ H1 is equal to നമുക്ക് എന്ത് കൊടുക്കാം, 220 സ്ക്വയർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ R ആയിരിക്കുമല്ലോ. H2 എന്ന് പറയുന്നത് എന്തായിരിക്കും, അടുത്ത ഹീറ്ററിൽ വരുമ്പോൾ 110 സ്ക്വയർ ഇൻറ്റു T by R ആയിരിക്കും. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാമല്ലോ. കാരണം എന്താ, അതിനകത്ത് ഹീറ്റ് ചെയ്യപ്പെടുന്ന വോളിയം എന്ന് പറയുന്നത് അവിടെ സെയിം ആയിരിക്കും. ഇനി നോക്കിക്കേ, നമുക്കത് ഇക്വേറ്റ് ചെയ്യുമ്പം 220 സ്ക്വയർ ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ R വിച്ച് ഇസ് ഈക്വൽ ടു 110 സ്ക്വയർ ഇൻറ്റു T by R ആയിരിക്കും. ഇവിടെ എന്തിന് മാത്രമേ അവിടെ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ, വോൾട്ടേജിന് മാത്രമേ അവിടെ വേരിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് T, അതായത് R ഇവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് എന്ത് എഴുതാം, T is equal to 220 ഇൻറ്റു 220 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 110 ആയിരിക്കുമല്ലോ. സോ ഇത് ക്യാൻസൽ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും, 20 മിനിറ്റ്സ്. ഓക്കെ, T is equal to 20 മിനിറ്റ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ സെക്കൻഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ടൈമിനെ എന്തായാലും സെക്കൻഡിലേക്ക് മാറ്റാം. അതായത് T is equal to 20 ഇൻറ്റു 60 വിച്ച് is equal to 1200 seconds. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, 1200 സെക്കൻഡ്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എന്താണ്, H is equal to I square RT എന്നുള്ള ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ എന്താണ്, നമ്മൾ ഐക്ക് V by R എന്നുള്ള റിലേഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ വേണം 220 by R എന്ന് കൊടുക്കുക, R the whole square ഇൻറ്റു R ഇൻറ്റു T വരും. അപ്പോൾ അതിനകത്ത് നിന്ന് R ക്യാൻസൽ ആയിപ്പോൾ ഈ സെയിം ഇക്വേഷൻ തന്നെ അവസാനം എത്തും. ഓക്കെ, അപ്പം അങ്ങനെ വേണമല്ലോ. ഇതിനകത്ത് മൂന്നെണ്ണത്തിനകത്ത് ഇത് ആപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, V square T by R എന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇക്വേഷനിലേക്ക് എത്തുന്നതാണ്. Next question, two equal resistors connected in series to a voltage source draw a current I1 when they are connected in parallel to the same source. The current drawn is I2. Then the ratio of I2 by I1 is. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ആയിരിക്കും. ആ സെയിം വോൾട്ടേജ് സോഴ്സുമായിട്ട് തന്നെ ആ സെയിം റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I2 ആണ്. അങ്ങനെയാണെങ്കിൽ I2 by I1 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമ്മൾ R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സും, അതായത് ഫസ്റ്റ് കേസിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് കേസിൽ അത് പാരലായിട്ട് കണക്ട് ചെയ്തേക്കാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കേസിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് I എന്ന് പറഞ്ഞ എന്താണ്, ആ സെയിം കറണ്ട് I തന്നെ ആയിരിക്കും R1ലും R2യിലൂടെ പാസ് ചെയ്തു പോകുന്നത്. ഓക്കെ, എന്നാൽ R1 നെക്രോസും R2 നെക്രോസുമായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അവർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, R1 നെക്രോസ് V1 വോൾട്ടേജും R2 നെക്രോസ് V2 വോൾട്ടേജും ആയിരിക്കും സീരീസ് കണക്ഷന്റെ കേസിൽ. ഓക്കെ, എന്നാൽ പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ്, കറണ്ട് I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും അല്ലേ.
R1 അക്രോസ് I1 കറണ്ടും R2 അക്രോസ് I2 കറണ്ടും ആയിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ I ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നോക്കിയേ, R1 രണ്ട് എൻസും R2 രണ്ട് എൻസും കണക്റ്റഡ് അല്ലേ. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ, സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ കറണ്ട് I എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും, രണ്ട് റെസിസ്റ്റർ കൂടെ സെയിം ആയിരിക്കും പാസ് ചെയ്ത് പോവുക. എന്നാൽ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഡിഫറെന്റ് ആയിരിക്കും. പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ്, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്ത് പോകുന്ന കറണ്ട് അവിടെ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ അതിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ സെയിം ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത് ആർ എഫക്റ്റീവ്, അതായത് സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ആയിരിക്കും. എന്നാൽ പാരലൽ റെസിസ്റ്റേഴ്സിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആയിരിക്കും. അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലെ. ഇതിന് R1 പ്ലസ് R2 ബൈ R1 R2 എന്ന് എഴുതും. ഓർത്ത് വെക്കേണ്ട കാര്യം ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം RP എന്ന് പറയുമ്പോഴത്തേക്കിനും. ആ കാര്യം മാത്രം അവിടെ ഓർത്ത് വെച്ചാൽ മതി. ഇനിയും പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ, സെയിം റെസിസ്റ്റേഴ്സ്, ഇപ്പം R എന്ന് പറയുന്ന സെയിം റെസിസ്റ്റർ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ 1/RP ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 1/R പ്ലസ് 1/R പ്ലസ് 1/R ഇങ്ങനെയാണ് കണക്ട് ചെയ്തത്. ഇപ്പം 3 റെസിസ്റ്റേഴ്സ് നമ്മൾ എടുത്തെന്ന് വെച്ചോ, എടുത്തിട്ട് 3 സെയിം റെസിസ്റ്റർ ആണ്, ആ സെയിം റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്തു. നമുക്ക് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് 3 പ്രാവശ്യം R-നെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് RP എന്ന് പറയുന്ന ഒറ്റയടിക്ക് നമുക്ക് ഓർത്ത് വെക്കാം. RP ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, R/3 ആയിരിക്കും. ഓക്കെ, R/3 ആയിരിക്കും. ഇതെങ്ങനെയെന്നാൽ N റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് RP ഈസ് ഈക്വൽ ടു R/N ആയിരിക്കും. ഓക്കെ, ആ കാര്യം അവിടെ ഓർത്ത് വെക്കുക. RP ഈസ് ഈക്വൽ ടു R/N ആയിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, എന്നാൽ സീരീസ് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാലോ അല്ലെ. ഇപ്പം സെയിം റെസിസ്റ്റേഴ്സ് 3 എണ്ണം കണക്ട് ചെയ്യുവാണെങ്കിൽ R+R+R നമുക്ക് എങ്ങനെ എഴുതുന്നത്, 3R അല്ലേ എഴുതുന്നത്. അതുപോലെ N റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, RS ഇസ് ഈക്വൽ ടു NR ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സീരീസ് കണക്ഷൻ പിന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ RPയുടെ കേസിൽ വരുമ്പോൾ, പാരലൽ കണക്ഷന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. RP ഈസ് ഈക്വൽ ടു R/N ആയിരിക്കും, RS ഇസ് ഈക്വൽ ടു NR ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ രണ്ട് സെയിം റെസിസ്റ്റേഴ്സ് അല്ലേ, അപ്പം R എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ എന്താണ്, ആ സെയിം റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന, ഫസ്റ്റ് കേസിൽ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് I1 ഉം സെക്കൻഡ് കേസിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ I2 ഉം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നോക്കാം. RS ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2R എന്ന് എഴുതാമല്ലോ. ഓക്കെ, എന്നാൽ RP ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയായിരിക്കും എഴുതാൻ പറ്റുന്നത്, R/2 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് രണ്ട് കേസിലും കിട്ടി. RSന്റെയും RPയുടെയും കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്, സെയിം സോഴ്സുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സെയിം സോഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ V എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഫസ്റ്റ് കേസിൽ I1 എന്ന് പറഞ്ഞാൽ എന്താ, സീരീസ് ആയിട്ടാണ്, V/R ആണല്ലോ, V/2R വരും. ഓക്കെ, സെക്കൻഡ് കേസ് I2 എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, V/R/2 അല്ലേ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 2V/R ആയിരിക്കുമല്ലോ. ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2V/R ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ I2/I1 ആണ്. സോ I2/I1 ഈസ് ഈക്വൽ ടു, I2 എന്ന് പറഞ്ഞാൽ എന്താ, 2V/R ആയിരുന്നു, ഇൻറ്റു I1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവൈഡഡ് ബൈ V/2R ആണ് വരുന്നത്. നമുക്ക് അതിന് എന്ത് എഴുതാം, ഇൻറ്റു 2R/V എന്ന് എഴുതാമല്ലോ. സോ എന്താണ്, R ഇവിടെ ക്യാൻസൽ ആയിപ്പോയി, V ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത്, 4 ആണ് കിട്ടുന്നത്. സോ നമുക്ക് I2/I1 എന്ന് പറഞ്ഞ റേഷ്യോ എത്രയാണ് കിട്ടുന്നത്, 4 ആയിരിക്കും കിട്ടുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D, 4. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് ഇത്രേ ഓർത്ത് വെക്കാനുള്ളൂ. അതിന്റെ ഇക്വേഷൻസ് ഓർക്കുക. ആ ജനറൽ ഫോർമുല RSന്റെ കേസിൽ NR ആണെന്നും പാരലൽ RPയുടെ കേസിൽ R/N ആണെന്നുള്ളതും അവിടെ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ള കുറെ റെസിസ്റ്റേഴ്സ് പാരലായിട്ടോ സീരീസ് ആയിട്ടോ ഒരു കോമ്പിനേഷൻ തന്നിട്ട് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഓർത്ത് വെക്കുക, സീരീസ് കണക്ഷനകത്താണെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടായിരിക്കും പാസ് ചെയ്ത് പോവുക. എന്നാൽ പാരലൽ എന്താ സംഭവിക്കുന്നത്, കറണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓർത്ത് വെക്കേണ്ട കാര്യം ഇതുള്ളൂ. ഏതെങ്കിലും കോമ്പിനേഷൻ തരുവാണെങ്കിൽ അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അത് പാരലായിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ലേൺ അലൈവ്. സീ യു ലേറ്റർ.